Welcome, Holy Spirit. We are in your presence. Fill us with your power. Live inside of me. Welcome, Holy Spirit. We are in your presence. Fill us with your power. Live inside of me. സ്നേഹമാത്രമായ ഈശോയെ, ഇനി ദിവസം തന്നെ ഞങ്ങൾ നന്ദി പറയുന്നു. ഈശോയെ, എന്നോട് ഒരുമിച്ച് കൂടാൻ സാധിച്ചത് നന്ദി പറയുന്നു. ഈശോയെ, ഞങ്ങൾക്ക് എല്ലാവർക്കും അങ്ങേ ആരാധിക്കാൻ ഈ നൽകിയ അവസരത്തോട്ട് ഞങ്ങൾ നന്ദി പറയുന്നു. ഈശോയെ, ഞങ്ങളെ അനുഗ്രഹിച്ചതിനായിട്ട് നന്ദി പറയുന്നു. ഈശോ, ഞങ്ങൾ അങ്ങേ ആരാധിക്കാൻ സ്തുതിക്കാൻ മാത്രം അനുഗ്രഹം ചെയ്യുന്നു. ഈശോ, ഞങ്ങൾ അങ്ങേ ആരാധിക്കുകയും സ്തുതിക്കുകയും മാറ്റപ്പെടുത്തുകയും നന്ദി പറയുകയും ചെയ്യുന്നു. God, our loving Father, Jesus, our Savior, Holy Spirit, our Sanctifier, we thank you, we praise you, we worship you, and we give you thanks for the wonderful time that you have given to each one of us. Thank you, Jesus, for bringing us together here to spend time with you in loving you and receiving your gracious love. Thank you for your mother, who is so loving and caring towards us, helping us to grow in love for you. Thank you for each and everything that you have given to us, that you have blessed us with, for our lives, for our parents, for our family, for each and everything, all the blessings and graces that you keep showering on us. Let us praise and worship the Lord, thanking and adoring Him as we worship Him. Thank you, Lord. Thank you, Jesus. Praise you, worship you, adore you, Lord Jesus. Thank you, Lord. Thank you, Jesus. Praise you, worship you, adore you, Lord Jesus. Hallelujah, 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 hallelujah. Thank you, Lord. Thank you, Lord. Thank you, Jesus. Praise the Lord. Praise the Lord. ഈ ചേച്ചി ഇപ്പം നമ്മളൊരു പാട്ട് പഠിപ്പിക്കും, നമുക്ക് പഠിക്കാം. So today we will learn Hindi action song. I will sing first, then you repeat after me. Okay? जब से प्यारा यीशु जीवन में आया, जब से प्यारा यीशु जीवन में आया, बदला सा लगने लगा, बदला सा लगने लगा। ये धरती अंबर, ये धरती अंबर, बहती है नदियाँ, बहती है नदियाँ, गीत गाने लगा, गीत गाने लगा। Shall we do the actions also? जब से प्यारा यीशु जीवन में आया, बदला सा लगने लगा, ये धरती अंबर, बहती है नदियाँ, गीत गाने लगा। जब से प्यारा यीशु जीवन में आया, बदला सा लगने लगा, ये धरती अंबर, बहती है नदियाँ, गीत गाने लगा. അച്ഛൻ വരാൻ വൈകുന്നേരം തോന്നി, അതുവരെ നമുക്ക് അച്ഛനോട് ഏതായാലും ഇങ്ങനൊരു അവസരം അവിചാരിതമായിട്ട് വന്നതാണ്. അപ്പോൾ എന്താണ് നിങ്ങളോട് പങ്കുവയ്ക്കേണ്ടത്? നിങ്ങളിൽ ചിലർക്കൊന്നും എന്നെ അറിയത്തില്ലെന്ന് തോന്നുന്നില്ലേ? കുറച്ച് പേരെ നമുക്കറിയാം. എൻ്റെ പേര് അനി ജോസഫ് എന്നാണ്. വീട് ആലപ്പുഴ തന്നെയാണ്. ഞാൻ പല പ്രാവശ്യം വന്നിട്ടുള്ളതാണ്. പഴയ ഗ്രൂപ്പിൽ പലപ്പോഴും വരാറുണ്ടായിരുന്നു. കുറേ നാളായിരുന്നു. എന്നാലും വന്ന സമയത്ത് നിങ്ങളെ കാണാൻ പറ്റിയതിൽ സന്തോഷമുണ്ട്. എന്താണ് ഇന്ന് ഞാൻ നിങ്ങളോട് പങ്കുവയ്ക്കേണ്ടതെന്ന് എനിക്ക് അറിയത്തില്ല. എന്തിനെപ്പറ്റി ഞാൻ പറയണം? വളരെ നല്ല. അപ്പൊ ഞങ്ങൾക്ക് മാതാവിനെ വിട്ടുകൊടുക്കണം ആഗ്രഹമാണ് ഏറ്റവും സന്തോഷപ്പെടുന്നത്. അപ്പം അതെന്ത് ചെയ്യണം, എന്ത് ചെയ്യുമ്പോഴായിരിക്കും മാതാവിന് ഏറ്റവും വലിയ സന്തോഷം? അല്ല, കൊള്ളാം, നല്ലൊരു ചോദ്യമാണ്. അപ്പോൾ ഇതിന് തന്നെ മറുപടി പറയാം അല്ലേ? അപ്പം നിങ്ങൾക്കും അത് പ്രയോജനപ്പെടും അല്ലേ? എല്ലാവരും പ്രത്യേകിച്ച് ഈ മാതാവിൻ്റെ ജന്മതിരുനാളിന്
നമ്മളെല്ലാവരും മാതാവിന് ഗിഫ്റ്റ് കൊടുക്കും. എന്തായാലും ഏറ്റവും നല്ല ഗിഫ്റ്റ്. ഒരു നിമിഷം നമുക്കൊന്ന് പ്രാർത്ഥിക്കാം അല്ലെ? ഈശോ, ഈ സമയത്ത് ഞങ്ങളോട് സംസാരിക്കും. പരിശുദ്ധാത്മാവെ ഞങ്ങളോട് സംസാരിക്കും. പരിശുദ്ധ അമ്മയെ നീ ഞങ്ങളുടെ കൂടെ നിന്നെ സന്തോഷിപ്പിക്കുവാൻ അങ്ങനെ ആത്മാവിനെ അറിയാൻ ഞങ്ങളെ സഹായിക്കുന്നു. താങ്കളുടെ പുത്രന്റെ പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ ആമേൻ. കൊളോസോസ് അല്ലെങ്കിൽ ലേഖനത്തിലെ ഒരു വചനമാണ് മനസ്സിലേക്ക് പെട്ടെന്ന് വന്നത്. അത് 2 കൊളോസോസ് കൊളോസോസാർക്ക് ലേഖനം 9-ാം ദൈവത്വത്തിന്റെ പൂർണ്ണത മുഴുവൻ അവന് പൂർത്തീകരിച്ചിരിക്കും. വചന ഈശ്വരനെ പറ്റിയാണ് പറയുന്നത്. ദൈവത്വത്തിന്റെ പൂർണ്ണനായ ദൈവത്തെ കാണണമെന്നുണ്ടെങ്കിൽ നമ്മൾ ആരെ നോക്കിയാൽ മതി? യേശുവിനെ നോക്കിയാൽ മതി. യേശുവിനെ നോക്കുമ്പോൾ നമുക്ക് ആരെ കാണാം? ദൈവത്തെ കാണാം. അപ്പോൾ ദൈവത്തെ ആരും നേരിട്ട് കണ്ടിട്ടില്ല. ആരിലൂടെയാണ് ദൈവത്തെ കണ്ടത്? യേശുവിലൂടെയാണ് അല്ലേ? അപ്പോൾ ഈ വചനമാണ് എൻ്റെ മനസ്സിലേക്ക് വന്നത്. അപ്പോൾ മാതാവിനെ കുറിച്ചാണ് ഇപ്പോൾ നമുക്ക് പറയേണ്ടത്. മാതാവിനോട് സമ്മാനമാണ് കൊടുക്കേണ്ടത്. അപ്പോൾ ഏറ്റവും വലിയ സമ്മാനം ദൈവത്തിന്റെ പ്രതീക്ഷ എന്താണ്? ഈശോ പറഞ്ഞു, സ്വർഗസ്ഥനായ പിതാവ് പരിപൂർണനായിരിക്കുന്നത് പോലെ നിങ്ങൾ നമ്മളവിടെ എത്തിച്ചേരുക എന്നുള്ളതാണ് ദൈവത്തിന്റെ ഏറ്റവും വലിയ ആഗ്രഹം, സ്വപ്നം. അപ്പോൾ ദൈവം സൃഷ്ടിച്ചപ്പോൾ മനുഷ്യൻ എങ്ങനെ ഇരുന്നുവെന്ന് പലർക്കും അറിയില്ല. എങ്ങനെയായിരുന്നു? ആദവും എങ്ങനെയായിരുന്നു? ആരെപ്പോലെ ഇരുന്നു? ദൈവത്തെ പോലെ ആണ്. ശരിയല്ല, അങ്ങനെ നമ്മൾ പഠിച്ചിരുന്നത് അല്ലെ? ദൈവത്തെ പോലെ ഇരുന്നു. പക്ഷെ പിന്നീട് ഒരു ദൈവത്തിൽ നടന്നു വരുന്ന പാപം ചെയ്ത് കഴിഞ്ഞിട്ട് അവരുടെ രൂപം ദൈവത്തിന് സമാനമായിരുന്നു. അവരുടെ ശക്തി ദൈവത്തെ പോലെ ആയിരുന്നു. അങ്ങനെ ആ തേജസ്സിന് വ്യത്യാസം വന്നു. ആ വ്യത്യാസം വന്ന മനുഷ്യനെയാണ് പിന്നെ ലോകം കണ്ടിട്ടുള്ളത്. അവരുടെ മക്കൾ പോലും ആദവും ഒറിജിനലി എങ്ങനെ ഇരുന്നെന്ന് കണ്ടിട്ടില്ല. ഒറിജിനലി. അപ്പൊ ആദത്തിന്റെ ഒറിജിനൽ ഫേസ് ആരെങ്കിലും ആ കായൽ അവനും പോലും അതെങ്ങനെയിരുന്നു? ആ ഫേസ് എങ്ങനെയിരുന്നു? ദൈവത്തെ പോലെ അല്ലെ? അപ്പോ ക്രിസ്തുവിലാണ് ദൈവത്തിന്റെ മുഖം കാണുന്നത് വചനം. അപ്പൊ ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു പ്രധാനപ്പെട്ട മറിയത്തിലാണ് വലിയൊരു റോളും ഉണ്ട്. അതായത് ക്രിസ്തു ആദത്തെ പോലെയാണ് എന്ന് മനസ്സിലാക്കണം. ദൈവം ആദത്തെ സൃഷ്ടിച്ചപ്പോൾ അത് ആരെപ്പോലെ ഇരുന്ന്? ക്രിസ്തുവിനെ പോലെ. ദൈവത്തെ പോലെ ഇരുന്നു എന്ന് പറഞ്ഞാൽ ദൈവം ക്രിസ്തുവിനെ പോലെ അല്ലെ? അപ്പൊ അത് ആരെ പോലെ ഇരുന്നതിന് മനസ്സിലാകുന്നുണ്ടോ? ഇവിടെ അപ്പൊ ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചപ്പോൾ മനുഷ്യൻ ദൈവത്തെ പോലെ. ദൈവത്തെ കാണണമെങ്കിൽ ആരെ നോക്കണം? യേശുവിനെ നോക്കണം. അപ്പൊ അതെങ്ങനെയിരുന്നു? യേശുവിനെ പോലെ പിടിയിട്ടില്ല. അങ്ങനെയാണ് ഹൗവ ആരെ പോലെ ആയിരുന്നിരിക്കുന്നത്? ഹൗവ മാതാവിനെ പോലെ. കറക്റ്റ്. ഹൗവ ആരെ പോലെ? ആരും കണ്ടിട്ടില്ല ഹൗവയുടെ രൂപം. ആദത്തിന്റെ രൂപം ആരും കണ്ടിട്ടില്ല. ആദത്തിന്റെ രൂപം കാണാൻ ക്രിസ്തുവിലേക്ക് ദൈവത്തിന്റെ രൂപം അതാണ്. അങ്ങനെയെങ്കിൽ ഹൗവയുടെ രൂപം എന്തായിരുന്നു? മറിയത്തിന്റെ രൂപം. നിങ്ങൾക്ക് പിടികിട്ടി? അപ്പൊ ഒരു സ്ത്രീയുടെ പൂർണ്ണത ലോകത്തിന് കാണണമെന്നുണ്ടെങ്കിൽ ആരെ നോക്കിയേ പറ്റൂ? ദൈവം ഒരു സ്ത്രീയെ സൃഷ്ടിച്ചപ്പോൾ അതെങ്ങനെയിരുന്നു? മറിയത്തെ പോലെ. ദൈവം ഒരു പുരുഷനെ സൃഷ്ടിച്ചപ്പോൾ എങ്ങനെയിരുന്നു? യേശുവിനെ പോലെ. അപ്പൊ ഒരു പുരുഷൻ തന്റെ പൂർണ്ണതയിലേക്ക് വളരുമ്പോൾ ആരെ പോലെ ആകണം? യേശു. അതാ പൗലോസ് പറയുന്നത്, നിങ്ങൾ ക്രിസ്തുവിനെ ധരിക്കുകയും ഞങ്ങൾ ക്രിസ്തുവിനെ അനുകരിക്കുകയും ക്രിസ്തുവിനെ പോലെ ആകും എന്ന് വെച്ചാൽ നമ്മുടെ ഒറിജിനാലിറ്റിയിലേക്ക് മടങ്ങിപ്പോകും. നമ്മുടെ ഒറിജിനാലിറ്റി അല്ലെ? നമ്മുടെ ദൈവ ഇതാണ് നമ്മുടെ ഒറിജിനാലിറ്റി. സ്വർണ്ണമാല ഉണ്ടാക്കുന്നത്, കമ്മലുണ്ടാക്കുന്നത്, സ്വർണം ചെവിയിൽ വീണാൽ സ്വർണത്തിന്റെ വില പോകും. സ്വർണത്തിന്റെ വില പോകും. ചെറിയ വീണാൽ വില പോകും. അത് കഴുകിയെടുത്താൽ അതിനകത്ത് എന്താണ്? സ്വർണമാണ്. ചെടി പൊതിഞ്ഞ് സ്വർണം കാണാൻ മേലാപ്പാണെന്ന് ഇരുന്നാലും അതിനകത്ത് എന്താണ്? അതിന്റെ വില പോകും. ഇല്ല. അപ്പൊ ശ്രദ്ധിക്കേണ്ടത്, ദൈവം നമ്മെ സൃഷ്ടിച്ചപ്പോഴുള്ള അതിന്റെ ഒറിജിനാലിറ്റി, അതിന്റെ മഹത്വ ശക്തി നമ്മുടെ ഉള്ളിലുണ്ട്. നമ്മൾ ഈ ലോകയാത്ര ആദവും പാപം ചെയ്ത് ആ യാത്ര ഇങ്ങനെ തുടരുമ്പോൾ നമ്മുടെ മുകളിൽ, മനുഷ്യകുലത്തിന്റെ മുകളിൽ ആകമാനം പലതരത്തിലുള്ള ചെടികൾ പറ്റിയിട്ടുണ്ട്, കാഴ്ചപ്പാടുകൾ മാറി, തെറ്റായ ബോധ്യങ്ങൾ വന്നു. അപ്പോ ഇതെല്ലാം പരിഹരിച്ച് പുറത്തെ ചെടിയെല്ലാം കഴുകിക്കളഞ്ഞ് നമ്മുടെ അകത്തുള്ള ഒറിജിനാലിറ്റിയെ പുറത്തു കൊണ്ടുവരിക എന്നാണ് ദൈവത്തിന് ശ്രമം. അതിന് ഏറ്റവും വലിയ മോഡലായ ക്രിസ്തുവിനോടൊപ്പം നിന്ന മറ്റൊരാളാണ് ആര്?
പരിശുദ്ധയാണ്. അപ്പൊ നമ്മളൊക്കെ സാധാരണ മാതാവിന്റെ അടുത്ത് വന്ന് നമ്മുടെ ആവശ്യങ്ങളും പ്രശ്നങ്ങളൊക്കെ പറഞ്ഞിട്ട് പോകുന്നു എന്നതിനപ്പുറത്ത് മാതാവിനെ നമ്മുടെ മുമ്പിൽ ദൈവം നിർത്തിയിരിക്കുന്നതിന്റെ ഉദ്ദേശം പലപ്പോഴും ആരും മനസ്സിലാക്കാതെ പോകുന്നു. ആരും മനസ്സിലാക്കുന്നില്ല മാതാവിനെ എന്തിനാണ്. അപ്പൊ മാതാവിനെ ദൈവം നമ്മുടെ മുമ്പിൽ നിർത്തിയിരിക്കുന്നു ഇതിന് വേണ്ടിയിട്ടാണ്. ഒരു മോഡലാണ്. ഒരു സ്ത്രീ എങ്ങനെയായിരിക്കണം, ഒരു പുരുഷൻ എങ്ങനെയായിരിക്കണം എന്നുള്ളതിന്റെ ഒരു മോഡലാണ്. നമ്മൾ മാതാവിന്റെ മുമ്പിൽ നിങ്ങൾ മെഴുകുതിരി കത്തിച്ചിട്ടുണ്ടോ? പൂമാല ഇട്ടിട്ടുണ്ടോ? നോട്ടുമാല ഇട്ടിട്ടുണ്ടോ? അതൊക്കെ നമ്മൾ കാണാറുള്ളതാണ് അല്ലേ? എന്തിനാണ് ആ മെഴുകുതിരി മാതാവിന്റെ മുമ്പിൽ കത്തിക്കുമ്പോൾ നമ്മുടെ പ്രാർത്ഥന എന്താണ്? മാതാവ് ജീവിച്ചതുപോലെ എനിക്കും ജീവിക്കാൻ, എന്നെ മാതാവിന്റെ മുമ്പിൽ സമർപ്പിക്കാൻ, എന്നെ മാതാവിന്റെ മുമ്പിൽ സമർപ്പിക്കുന്നതിന്റെ അടയാളമായിട്ടാണ് തിരി കത്തുന്നത്. അപ്പൊ മാതാവ് ജീവിച്ചതുപോലെ ജീവിക്കുവാനുള്ള കൃപ എനിക്കും തരണേന്ന്. ഇപ്പം പൂമാല ഇടുന്നത് നോട്ടുമാല ഇടുന്നതിന്റെ ഒക്കെ അർത്ഥമല്ല. അതിടുമ്പോൾ ഞാൻ മാതാവിനെ എന്റെ സ്വന്തമാക്കുകയാണ്, മാതാവിനെ പോലായിട്ട് അപ്പൊ സ്വന്തമാക്കുകയാണ്. അപ്പൊ ഈശോയുടെ കൂടെ നടന്ന ശിഷ്യന്മാരൊക്കെ ഈശോയെ പോലെ അല്ലെ, മാതാവിന്റെ കൂടെ നടക്കുമ്പോൾ നമ്മൾ മാതാവിന്റെ ഗുണമുള്ളവരായ തേജസ്സുള്ളവരാണ്. പ്രത്യേകിച്ച് ഇവിടെ കൂടുതൽ പെൺകുട്ടികളുണ്ട്. അപ്പൊ പെൺകുട്ടികളോട് പ്രത്യേകം പറയാനുള്ളൊരു കാര്യം, മാതാവ് നമ്മളിൽ പ്രതീക്ഷിക്കുന്ന ഏറ്റവും വലിയ കാര്യമാണ് പിതാവിന്റെ ഇഷ്ടം നിറവേറ്റുക എന്നുള്ളതാണ് ഈശോയുടെ സന്തോഷം അല്ലെ. അപ്പൊ ഈശോ സന്തോഷിപ്പിക്കണേ, പിതാവിന്റെ ഇഷ്ടം നിറവേറ്റും. മാതാവിനെ സന്തോഷിപ്പിക്കണമെങ്കിൽ എന്താ? മാതാവിനെ പോലെ നമ്മൾ എത്രത്തോളം ആകാൻ പരിശ്രമിക്കുന്നോ അവിടെയാണ് നമുക്ക് മാതാവിനെ സന്തോഷിപ്പിക്കാൻ പറ്റുന്നത്. അപ്പൊ നമ്മൾ ഒറിജിനാലിറ്റിയിലേക്ക് മടങ്ങി പോകുക. മാതാവിന്റെ അപ്പം എന്ത് പഠിക്കണം? മാതാവിന്റെ സ്വഭാവത്തെ കുറിച്ച് പഠിക്കണം, മാതാവിന്റെ പ്രവർത്തനങ്ങളെ കുറിച്ച് പഠിക്കണം, മാതാവിന്റെ പ്രതികരണങ്ങളെ കുറിച്ച് പഠിക്കണം അല്ലെ, മാതാവിന്റെ പ്രാർത്ഥനയെ കുറിച്ച് പഠിക്കണം അല്ലെ. മാതാവ് എങ്ങനെ ജീവിച്ചു, എങ്ങനെ പ്രവർത്തിച്ചു, എങ്ങനെ പ്രതികരിച്ചു, എങ്ങനെ പ്രശ്നങ്ങളെ നേരിട്ടു അല്ലെ. മാതാവ് ഇതെല്ലാം നമുക്ക് കാണാൻ കഴിയുന്നതാണ്. അപ്പൊ നമ്മുടെ ജീവിതത്തിൽ ഇത് അതുപോലെ കോപ്പി ചെയ്യുമ്പോൾ, അതുപോലെ ആയിട്ടില്ല മാതാവ് നമ്മളെ സഹായിക്കും. അതിനാണ് മാതാവ് ഏറ്റവും കൂടുതൽ നമ്മളെ സഹായിക്കാൻ ആഗ്രഹിക്കുന്നത്. അപ്പൊ അതുകൊണ്ട് മാതാവിനെ കോപ്പി ചെയ്യും. അപ്പൊ അതാണ് അങ്ങനെ ഒരു കാര്യം നമുക്കിന്ന് തീരുമാനമെടുക്കാം. നമ്മളിപ്പോ നിങ്ങളൊക്കെ യുവത്വത്തിലാണ് അല്ലെ, വിവാഹ പദ്ധതിയൊക്കെയായിട്ട് വളർന്നു വരിക. ഒരു പുരുഷൻ ക്രിസ്തുവിന്റെ പൂർണ്ണതയിലേക്ക് വരുന്നത് പോലെ ഒരു സ്ത്രീ മറിയത്തിന്റെ ആ സ്വഭാവത്തിന്റെ പൂർണ്ണതയിലേക്ക് വരും. മറിയത്തിലൂടെയാണ് രക്ഷാകര പദ്ധതിയുടെ ആരംഭം കുറിക്കുന്നത് അല്ലെ, ഈശോയുടെ ജന്മത്തിന് തുടക്കമാണ്. ഒരു സ്ത്രീ ദൈവത്തോട് പ്രത്യുത്തരിക്കാൻ തയ്യാറാകുമ്പോഴാണ് ദൈവത്തിൽ തന്റെ പ്രവൃത്തികൾ ഏറ്റവും മനോഹരമായി ചെയ്യാൻ കഴിയുന്നത് അല്ലെ. മറിയം ആരംഭിച്ചത് ഓരോ സ്ത്രീകൾക്കും ഒരു പുതിയ ദൗത്യം ആരംഭിക്കാനുണ്ട്. അതുകൊണ്ട് നമുക്കങ്ങനെ നിങ്ങളിന്ന് സമർപ്പിക്കുമ്പോൾ നമ്മൾ നാളെ പല തലങ്ങളിലേക്ക് ഉയർന്നു. അവിടെ എല്ലാം മറിയത്തിന്റെ ആ സ്റ്റാൻഡിൽ നിന്നുകൊണ്ട് വേണം നമ്മൾ ചിന്തിക്കാൻ. മറിയത്തിന് പറയാൻ കഴിയാത്തതൊന്നും നമ്മൾ പറയരുത്, മറിയത്തിന് ചിന്തിക്കാൻ കഴിയാത്തതൊന്നും നമ്മൾ ചിന്തിക്കരുത് അല്ലെ. ചിന്തയിലേക്ക് വന്നാലും അതല്ല ഞാൻ ചിന്തിക്കേണ്ടത് തിരിച്ചറിവിലേക്ക് നമ്മൾ വരണം. മറിയം സംസാരിക്കുന്നതേ നമ്മൾ സംസാരിക്കണം. അങ്ങനെ മറിയത്തെ പോലെ ആയിത്തീരാൻ നമ്മളൊരു തീരുമാനം എടുക്കുകയും അതിനുവേണ്ടി മാതാവിനെ പ്രാർത്ഥിക്കുകയും ചെയ്താൽ അതായിരിക്കും എനിക്ക് തോന്നുന്നു ഏറ്റവും വലിയൊരു കാര്യം. പിന്നെ ഞാൻ ഇന്നാൾ നിങ്ങൾ പറഞ്ഞിട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നു, ഞാൻ പലപ്പോഴും പറഞ്ഞിട്ടുള്ളതാണ്. മറിയത്തെ സന്തോഷിപ്പിക്കുന്ന മറ്റൊരു കാര്യം പ്രേക്ഷിത ദൗത്യം, ഈശോ കൊണ്ടുവന്ന സന്ദേശം അത് ലോകത്തിൽ പങ്കുവയ്ക്കാൻ ശിഷ്യന്മാരെ ഒരുക്കി അയച്ച പരിശുദ്ധയമ്മ നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ പഠിച്ച് എവിടെയെല്ലാം ചെന്നാലും ഈശോയ്ക്ക് സാക്ഷ്യം വഹിക്കുന്നവരായി ജീവിക്കണം. അത് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം. മറിയത്തെ പോലെ ആകുക, ആ പ്രേക്ഷിത ദൗത്യത്തിൽ നമ്മൾ പങ്കാളിയാണ്. അതിനുവേണ്ട നമ്മുടെ തീരുമാനം നിങ്ങൾ ഇന്നെടുക്കുകയാണെങ്കിൽ അതായിരിക്കും ഏറ്റവും നല്ലൊരു കാര്യം. മാതാവിനെ പോലെ മാതാവിനെ പോലെ ആകുക എന്ന് വെച്ചാൽ എക്സ്പ്ലെയിൻ ചെയ്യാനായിട്ട് നമുക്ക് ഒത്തിരി പറയാനും പഠിക്കാനും ഉണ്ട് മാതാവിനെ കുറിച്ച്. ഒരു ചെറിയ കാര്യം ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യാം, ഇപ്പോൾ സമയമില്ലല്ലോ. അപ്പോൾ ഒന്ന് ഞാൻ മനസ്സിലാക്കിയ ഒരു പ്രധാനപ്പെട്ട കാര്യം, ഈശോ തന്നെ ശൂന്യനാക്കി ദാസന്റെ രൂപം സ്വീകരിച്ച് കുരിശുമരണത്തോളം എന്തുള്ളവനായി മാറി? അനുസരണം ഉള്ളവനായി മാറി. ഇന്നത്തെ തലമുറയ്ക്ക് ഭയങ്കര പ്രയാസമുള്ളൊരു കാര്യമാണ്. തന്നെ ശൂന്യനാക്കി കുരിശുമരണം വരെ ഈശോ അനുസരണമുള്ളവനായി. നമ്മൾ നേരത്തെ പറഞ്ഞു, പൂർണ്ണതയിലേക്ക് വരാൻ ഈശോ എന്ത് ചെയ്തു? പിതാവിന്റെ ഇഷ്ടം പൂർത്തീകരിക്കാൻ എന്ത് ചെയ്തു? അനുസരണമുള്ളവനായി മാറി. മറിയം എന്ത് ചെയ്തു? മാലാഖ ദൈവഹിതം അറിയിച്ച നിമിഷം മുതൽ മാതാവ് എവിടെയെങ്കിലും മറുതലിച്ചോ? പറ്റത്തില്ലെന്ന് പറഞ്ഞോ? ഒത്തിരി റിസ്ക് എടുത്തല്ലേ ദൈവം പറഞ്ഞ എല്ലാം അനുസരിച്ചത്? നെഗറ്റീവായി പ്രതികരിച്ചോ? ചിന്തിച്ചോ? ഇല്ല, ചിന്തകൾ ചിലപ്പോൾ വന്നാലും മാതാവ് അങ്ങനെയൊന്നും റെസ്പോണ്ട് ചെയ്തിട്ടില്ല അല്ലേ. ചിന്ത അങ്ങനെ വന്നതുപോലും ആയിട്ട് നമുക്ക് തോന്നുന്നില്ല.
നോക്കിയ മാതാവ് എല്ലായിടത്തും അനുസരിച്ചു. മാതാവിൻ്റെ ശബ്ദം എവിടെ നമ്മൾ കേൾക്കുന്നില്ല, പക്ഷെ മാതാവിൻ്റെ സാന്നിധ്യം എല്ലായിടത്തും ഉണ്ട്. അവൻ പറയുന്നത് ചെയ്യും. കണ്ടോ, ഈശോയിലേക്കാണ് മാതാവ് ഡയറക്റ്റ് ചെയ്യുന്നത്. മാതാവ് കയറി അവിടെ എന്തെങ്കിലുമൊക്കെ ചെയ്യുകയല്ല. കുരിശുയാത്രയിലെല്ലാം നമ്മൾ കാണുന്നുണ്ട് അവിടെ ദൈവത്തിൻ്റെ പദ്ധതി, അവിടെ പ്രതീക്ഷിക്കുന്ന കാര്യങ്ങളാണ് സംഭവിക്കുന്നത്. അല്ല, എല്ലാം നെഗറ്റീവായി തൻ്റെ ഏകമകനെ അവിടെ തല്ലി കൊല്ലുകയാണ് അല്ലേ, ഒരു ദാക്ഷിണ്യമില്ലാതെ. അവിടെ മാതാവ് എങ്ങനെ പ്രത്യുത്തരിച്ചത്? അപ്പോൾ ഈശോ തന്നെ ശൂന്യനാക്കി അനുസരണമുള്ളവനായതുപോലെ തന്നെ മറിയവും ദൈവഹിതത്തിന്, ദൈവ പദ്ധതികൾക്ക്, നമുക്ക് ദൈവഹിതത്തിന് നമ്മുടെ ജീവിതത്തിൽ നടക്കുന്നത് പ്രശ്നങ്ങളും പ്രതിസന്ധികളുമാണെന്ന് തോന്നുമ്പോൾ പോലും മറിയം എങ്ങനെ അതിനെല്ലാം ദൈവകരങ്ങളിൽ നിന്ന് സ്വീകരിച്ച് അതിനോട് പ്രത്യുത്തരിച്ചു. അപ്പോൾ നമ്മളതുകൊണ്ട് അനുസരണം ഏറ്റവും വലിയൊരു കാര്യം. മാതാവിനെ പോലെ വിധേയത്വം, എളിമ, ഇതൊക്കെ ഒരു സ്ത്രീയും ഒരു പുരുഷനും അവരുടെ ഓരോ തലങ്ങളിലും നമ്മൾ പാലിക്കണം. അപ്പോൾ അനുസരണം മാതാവിൻ്റെ ഒരു വലിയ കാര്യമാണ്, ഈശോയുടെ വലിയൊരു കാര്യമാണ്. അപ്പോൾ പൂർണ്ണതയിലേക്ക് വരാൻ നമ്മൾ ജീവിതത്തിലുടനീളം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. ഒരു ഹയറാർക്കി ഉണ്ടല്ലോ, നമുക്ക് വീട്ടിലാണെങ്കിൽ മാതാപിതാക്കളുണ്ട്, അല്ലെ നമുക്ക് വല്യമ്മയുണ്ട്, അല്ലെങ്കിൽ ഇടവകയിലാണെങ്കിൽ വികാരിയച്ഛനുണ്ട്, നമുക്കൊരു ജോലി സ്ഥലത്താണെങ്കിൽ അതിൻ്റെ മാനേജരോ അതിൻ്റെ ഉടമസ്ഥനോ ഉണ്ട്, അല്ലെ. എല്ലാ സ്ഥലങ്ങളിലും നമ്മൾ അധികാരങ്ങൾക്ക് കീഴ്പ്പെട്ടവരാണ്. അപ്പോൾ നമ്മൾ അവിടെ അധികാരത്തിന് കീഴ്പ്പെട്ടവരായി വിധേയത്വത്തോടെ സ്നേഹത്തോടെ അവിടെ നമ്മൾ പ്രതീക്ഷിക്കാത്ത കാര്യങ്ങൾ വരുമ്പോൾ അവിടെ ദൈവത്തോടൊത്ത് പരിശുദ്ധാത്മ നിറവിൽ പ്രത്യുത്തരിക്കുകയും പ്രതികരിക്കുകയും ചിന്തിക്കുകയും ചെയ്യുമ്പോഴാണ് നമുക്ക് മാതാവിനെ അനുകരിക്കാൻ കഴിയും. അതൊരു കാര്യം ഇത്രയും മതിയെന്ന് തോന്നിപ്പോൾ. അപ്പം അതുകൊണ്ട് നമുക്ക് പരിശ്രമിക്കാം, പ്രാർത്ഥിക്കാം. ഒരു നിമിഷം നമുക്ക് പ്രാർത്ഥിക്കാം, അല്ലേ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. പരിശുദ്ധ അമ്മേ മാതാവ്, നിൻ്റെ ജനനത്തിരുന്നാൾ ഞങ്ങൾ ആഘോഷിക്കുമ്പോൾ ഞങ്ങൾ നിന്നെപ്പോലെ ആയിത്തീരുവാൻ, നിൻ്റെ പുത്രനെ പോലെ ആയിത്തീരുവാൻ നീ ആഗ്രഹിക്കുന്നുണ്ട്. അതിൽ കുറഞ്ഞതൊന്നും ഞങ്ങളുടെ ആഗ്രഹത്തിന് സ്വപ്നത്തിൽ ഉണ്ടാകാതിരിക്കട്ടെ. ഞങ്ങൾക്ക് അങ്ങനെ ആയിത്തീരാനുള്ള എല്ലാ കൃപകളും നൽകണമെന്ന് നിന്റെ ജനനത്തിരുന്നാൾ ഇന്നോളം നീ ഞങ്ങൾക്ക് നൽകിയ നന്മകൾക്ക് നന്ദി പറയുകയും നിന്റെ തിരുക്കുമാരന് ഇഷ്ടമുള്ളവരായി തീരുവാൻ ഞങ്ങളെ ഓരോരുത്തരെയും സഹായിക്കുകയും ചെയ്യണമേ. ഈശോ മിശിഹായുടെ വാഗ്ദാനങ്ങൾക്ക് ഞങ്ങൾ യോഗ്യരായി തീരുവാൻ സർവേശ്വരന്റെ പരിശുദ്ധ മാതാവേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. എല്ലാവർക്കും പരിശുദ്ധ അമ്മയുടെ ജന്മദിനാശംസകളും പ്രാർത്ഥനകളും നേരുന്നു. ഞങ്ങളുടെ കൊച്ചു പരിശ്രമങ്ങളെ സബ്സ്ക്രൈബ് ചെയ്ത് പ്രോത്സാഹിപ്പിക്കാൻ മറക്കരുത്. പ്രത്യാശിക്കുന്നവലഭിക്കുമെന്നുള്ളിൽ ഉറപ്പേകും വിശ്വാസ വെളിച്ചം.